ഒരു മിന്നുകെട്ട്, ആകാശം മുട്ട ഉയരമുള്ള പള്ളി, രാത്രിയാ, ചുറ്റും പുക പോലെ വെളുത്ത മഞ്ഞ്, ആകാശം നിറയെ മാലാകമാരും നക്ഷത്രങ്ങളും. കല്യാണ ചെറുക്കൻ വെള്ള കുതിരയെ കൂട്ടിയ വണ്ടിയിലെ വന്നത്. സാറായിരുന്നത്. മണവാളൻ തൻ മകുടം തിരുമുൾമുടിയോട് സദൃശ്യം, മണവാട്ടിയുടെ മകുടം സതിമാർമുടിയോട് സദൃശ്യം. 1, 2, 3, ho! It used to be we, now it's just me, myself and I. Forever seems like a long time. Nothing seems like I feel like I'm walking on water since the day that I asked your father to let go of his daughter. So give me your blessing, sir. I'll give her all that I've got. It doesn't look like much, but it sure feels like a lot. Let her take my heart and take my hand. Take my heart and take my hand. Take my heart and take my hand again and again. Right where we stand. I never really know what love is, but whatever it is, I feel it in your kiss. You walked in like somebody planned it all. I feel right where I belong. My knees are weak, my heart is strong. So give me your word and I'll give you all I got. No, we don't have much, but it sure feels like a lot. So take my heart and take my hand. Take my heart, take my hand. Take my heart and take my hand again and again. Right where we stand. Take my heart and take my അനുദിനന്നിൻ പാദങ്കതിയേ അടിയാനുനിൻ പ്രഭാതത്തിനായി സ്തോത്രം. ഇത്രത്തോളം അടിയങ്ങളെ തീറ്റിപ്പോറ്റി വഴി നടത്തി വരാമാവുന്ന ആപത്തിൽ നിന്നും പിടിച്ച സംരക്ഷിച്ച കർത്താവ് ഈ നിബന്ധനത്തിന്റെ തണലിലായിരുന്നു. അങ്ങേക്ക് നന്ദി പറയുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം. കടന്നു മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു, അടിയങ്ങളെയും കുടുംബമായി സമർപ്പിക്കുന്നു. കർത്താവെ, ഇന്നലെ നടന്ന വിരുന്നിലൊക്കെയും കർത്താവിന്റെ സാന്നിധ്യം കൂടിയിരുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിച്ച ദൈവമേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം അവിടുന്ന് അറിയുന്നു കർത്താവെ, ദേവാലയത്തെ വിവാഹ ആവശ്യങ്ങൾ ചടങ്ങുകളൊക്കെയും
ഹാലേലുയ ഭൂതാശകളൊക്കെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കും. കടന്നു വരുവാനുള്ള വധുവിൻ്റെയും കുടുംബത്തെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിയങ്ങളെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇതും വരണു ഒന്നിച്ച് ദേവാലയത്തിൽ കടന്നു വരുവാനും ദൈവാനുഗ്രഹം പ്രാപിപ്പാനും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യാത്രയിലെ വാഹന വഴിയിലൊക്കെയും കൂടിരിക്കണം, സഹായിക്കണം, വാഹനത്തെ നിയന്ത്രിക്കണം, സംരക്ഷിക്കണമേ. ദൂതന്മാരാൽ കാവൽ ചെയ്യണം, പരിശുദ്ധാത്മാവ് വഴി നടത്തി സഹായിക്കണമെന്ന് നസറേനായ യേശുവിൻ നാമത്താൽ യാചിക്കുന്നു. ദയോടെ കേൾക്കണം സ്വർഗ്ഗീയ പിതാവേ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയ്ക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ആശിഷമാരിയുണ്ടാകും ആനന്ദവാഗ്ദത്തമേ, മേൽ നിന്നു രക്ഷകൻ നൽകും ആശ്വാസകാലങ്ങളെ. ആശിഷമാരി ആശിഷം പെയ്യണമേ, കൃപകൾ വീഴുന്നു ചാരി വന്മഴ താ ദൈവമേ. But he brought me in, oh his love for me, oh his love for me. Who the Son sets free, oh is free indeed. I'm a child of God, yes I am. Free at last, he has ransomed me, his grace runs deep. While I was a slave to sin, Jesus died for me. Yes, he died for me. Who the Son sets free, oh is free indeed. I'm a child of God, yes I am. In my Father's house there's a place for me. I'm a child
സത്യമണാള സുന്ദരനെ പ്രിയനാഥനേ മണവാട്ടി സഭയെ വരു നീ അവനോടു ചേർന്നിടുവാൻ മുല്ലമലരുകളിൽ നറുമണമുള്ളൊരു ലജ്ജിതേ മണവാട്ടി സഭയെ വരു നീ അവനോടു ചേർന്നിടുവാൻ സത്യമണാള സുന്ദരനെ പ്രിയനാഥനെ നല്ലുക നീ പ്രിയകാന്തയെ വേൾക്കാം. ഷൈജു അച്ച, ഷൈജു റംബാച്ചൻ അച്ച, പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, കടന്നു വന്നിരിക്കുന്ന പ്രിയ ബ്രദേഴ്സ്, വരൻ വധു 2 കുടുംബങ്ങൾ ക്ഷണിക്കപ്പെട്ട് ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന പ്രിയ വിശ്വാസികളെ, വിവാഹം എന്ന കൂദാശയിലേക്ക് വരനും വധുവും പരിശുദ്ധ ദേവാലയത്തിൻ്റെ മധ്യത്തിൽ അവരുടേതാകുന്നതായ ആത്മസമർപ്പണം നടത്തിക്കൊണ്ട് ഈ കൂദാശ പൂർത്തീകരിക്കുവാനായിട്ട് അവരെ കടന്ന് വന്നിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. സ്രഷ്ടാവ് എന്നുള്ള നിലയിൽ ദൈവം നമുക്ക് പിതാവാണെങ്കിൽ, അപ്പനാണെങ്കിൽ, നമ്മെല്ലാവരും മക്കളാണ്. തൻ്റെ സൃഷ്ടാകർമ്മം ഈ ഭൂമിയിൽ തുടരുന്നതിന് വേണ്ടിയും തൻ്റെ നാമം മഹത്വപ്പെടുന്നതിന് വേണ്ടിയും അവിടുന്ന് മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായിട്ട് സൃഷ്ടിച്ച് ഈ ഭൂമിയിൽ അവരോധിച്ചു. ദൈവത്തിൻ്റെ നാമമാണ് എല്ലായിടത്തും മഹത്വപ്പെടേണ്ടത്. മുത്തുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതായ ആ കുരിശ് പ്രത്യേകമായിട്ടൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ക്രിസ്തീയ വിവാഹ ജീവിതം, കുടുംബജീവിതം എന്നേക്കും ശ്ലീബായുടെ ചിഹ്നത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നതാണ്, അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നതാണ്. മന്ത്രകോടി അണിയിക്കുമ്പോൾ നമുക്ക് ഓർക്കാം, വരനാണ് വധുവിനെ മന്ത്രകോടി അണിയിക്കുന്നത്. വാഴ്ത്തി കയ്യിലെടുത്ത് കൊടുക്കുക മാത്രമേ ഉള്ളൂ. അദ്ദേഹം അണിയിക്കുമ്പോൾ തൻ്റെ ജീവിതസഖിയെ എന്നേക്കുമായിട്ട് തന്നിലേക്ക് ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. ഉള്ളതിലും ഇല്ലാത്തതിലും സുഖത്തിലും ദുഃഖത്തിലും എന്നും തങ്ങൾ പരസ്പരം ഒരു മനസ്സിലാക്കലോടുകൂടി ഒന്നിച്ചായിരുന്നു കൊള്ളാം എന്നുള്ളതായ വലിയ ബോധ്യം അവരിൽ നന്നായിട്ട് ജനിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നു. മറക്കാതിരിക്കുക, ഇവിടെ മോതിരം വൈദികനായിരിക്കും അവരെ അണിയിക്കുന്നത്. ഇത് സഭയുടെ ഭാഗത്തു നിന്നുള്ളതായ ഒരു പ്രവൃത്തിയായതുകൊണ്ട്. മാലയും അങ്ങനെ തന്നെ. അപ്പോൾ സഭ പ്രത്യേകമായിട്ട് ഇവരെ വാഴ്ത്തി വിശുദ്ധീകരിച്ച് അനുഗ്രഹിച്ച് ഈ ഒരു ജീവിതാവസ്ഥയിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ കർത്താവിനെ മുൻനിർത്തിക്കൊണ്ടുള്ളതായ ഒരു ജീവിതം സഭ കർത്താവിൻ്റേതാണ്. ഈ പരിശുദ്ധ ദേവാലയത്തിലേക്ക് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വേദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും കടന്നു വന്നിരിക്കുന്നവരുടെയും നാമത്തിൽ ഞാൻ നിങ്ങളെ ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കൂദാശയിലേക്ക് പ്രവേശിക്കാം. തൻ്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് രാജാവേ, നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്ങളിലേക്ക് തിരിയുകയും ചെയ്യും. എന്റെ ദൈവമേ, എന്റെ രക്ഷയുടെ ദൈവമേ, രക്തത്തിൽ നിന്നെ രക്ഷിക്കണമേ. എന്റെ നാമം നിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ അധരങ്ങൾ എനിക്ക് തുറക്കണമേ. എന്റെ വായ നിന്റെ സ്തുതികൾ പാടും. എന്നാൽ ബലികളിൽ നീ ഇഷ്ടപ്പെട്ടില്ല, ഹോമബലികളിൽ നീ രമ്യപ്പെട്ടുമില്ല. വാസികളെ ആമോദിപ്പിച്ചോ, കരുളുക കരുണാമേ മശീഹ സന്തോഷം. പിതാമത്തനും പരിശുദ്ധരുമായ ദൈവമേ, സ്വർഗത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും അനുരഞ്ജിപ്പിച്ച നിന്റെ സമാധാനം അന്യോന്യം സമർപ്പിതമായിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരരെ സംയോജിപ്പിക്കണമേ. ഇവർ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുവാനും സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും തക്കോണം ഇവർക്ക് ഹൃദയ ഐക്യം നൽകണമേ. ഓശോ വബുകുലശുമാൻ ലവൽ മേൻ. കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. പുറജാതികളുടെ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും
സകലവിധ കളങ്കങ്ങളിൽ നിന്നും അവളെ തന്റെ നിർമ്മല രക്തത്താൽ പവിത്രീകരിക്കുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. അവൻ ഭൗമിക സഭയുമായി വിവാഹ നിശ്ചയം ചെയ്ത് സ്വയം അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുക്കളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വവിധമായ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അവർക്ക് മോചനം നൽകുകയും ചെയ്തു. തൻ്റെ സഭയുടെ വിവാഹ വിരുന്നിന് സകല ജാതികളെയും സ്വജാതികളെയും പ്രവാചകന്മാരെയും ശ്ലീഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ച കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അവന് സ്വദാസരുടെ മോതിരങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബകലുഹന്യോമോ സ്വദഹായ ലവൽമേൻ. ബർഖുമോർ അനുഗ്രഹങ്ങളുടെ ഉറവയായ ദൈവമേ, നിന്റെ സൃഷ്ടിയെ നീ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കി കരുണാപൂർവം സഹായിക്കുകയും അതിൻ്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ സ്വീകരിക്കുകയും ചെയ്തു. നീ മനുഷ്യരുടെ സർവപരിജ്ഞാനത്തിന് ഉപരിസ്ഥനും അതീതനും സദാ നന്മകളിൽ സമൃദ്ധനും തിന്മകളിൽ നിന്ന് വിദൂരസ്ഥനുമാകുന്നു. നീ അനശ്വരമായ വെടിപ്പുള്ളമോറോനും അനാദിന്യമായ നിലയിൽ നിന്ന് എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധം നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളം കൊണ്ട് ദയവോടെ അവളെ നിറയ്ക്കുകയും ചെയ്തു. മഹത്വത്തിൻ്റെ നിലങ്കയിൽ നീ അവളെ ധരിപ്പിച്ചു. വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അവൾക്ക് നീ വിവാഹ നിശ്ചയം ചെയ്ത് അവളെ നിന്റെ മണവാട്ടിയാക്കി തീർത്തു. ശത്രുവിൻ്റെ തലയിൽ ശക്തിയോടെ നീ ചവിട്ടുകയും ജയം നൽകുന്ന നിന്റെ തിരുശരീരവും തിരുരക്തവും അവൾക്ക് നീ മോതിരമായി വെടിപ്പോടെ നൽകുകയും നിന്റെ സന്തോഷരശ്മിയാൽ അവളെ പ്രശോഭിപ്പിക്കുകയും ചെയ്തു. ദൈവിക ദാനത്താൽ അവളെ നിന്നോടുകൂടെ വസിപ്പിച്ച് വിശുദ്ധ സ്ത്രീയന്മാർ മുഖേന പരിപൂർണയാക്കി. സ്ത്രീ പുരുഷന്മാരുടെ വിവാഹ നിശ്ചയം മോതിരത്തിൽ കൂടെ നിവൃത്തിയാകുമെന്നും വിവാഹ നിശ്ചയം ചെയ്തവരുടെ ആനന്ദം മോതിരത്തിൽ കൂടെ പരിപൂർണമാകുമെന്നും നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീനദാസരായ ഞങ്ങൾ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ കരുണാപൂർവ്വം വാഴ്ത്തി ഇവരുടെ ബന്ധത്തെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ വാഴ്ത്തിയ പ്രകാരം ദൈവിക ശിരസ്സുകളാൽ നീ മോതിരങ്ങളെ വാഴ്ത്തണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായി മണവാളനും പുത്രിയായി മണവാട്ടിയും ജ്ഞാനത്തിൽ പരിപൂർണരായി തീരണമേ. ഇവരുടെ വിവാഹം സകലവിധ മാലിന്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞിരിക്കുവാൻ കൃപ ചെയ്യണമേ. ഇഹത്തിലും പരത്തിലും ഇവർ അഭംഗമായി സന്തോഷിക്കുകയും ഈ താൽക്കാലിക മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിച്ച് വിശുദ്ധ മാലാഖമാർ നിരന്തരം അനുഭവിക്കുന്ന നിന്റെ സ്വർഗീയ വിരുന്നിലേക്ക് ഇവരെ നീ ആനയിക്കണമേ. തിരുമുൻപാകെ സന്നിഹിതരായിരിക്കുന്ന ജനസമൂഹത്തെയും പാപങ്ങളിൽ നിന്നും അനീതിയിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവ്വം നീ സ്വതന്ത്രരാക്കണമേ. ഇവർ നിന്റെ അനുഗ്രഹം പ്രാപിച്ച് നിന്നെ പ്രകീർത്തിക്കുകയും തിരുമുൻപാകെ നിന്ന് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും ഇടവിടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. പരിപാവന സഭയെ വാനോൾ കാന്തൻ വരണം ചെയ്തു. ശീമോൻ യോഹന്നാൻ എന്നിവരെ ആഹ്വാനം ചെയ്തേൽപ്പിച്ചേവം ഭവനാധിപനാം ശീമോനേ സുവിശേഷം
താലേ വാങ്ങിയൊരു സഭയെ അവർ സംരക്ഷിച്ചിടാം. ബാരക്കുമോ മുറിയോറാഹേ വലയനുവാദാറേ ബറക്മോർ വ്രതനിഷ്ഠയും നൈർമല്യവുമുള്ള ആത്മാക്കളെ തനിക്കായി വിവാഹ നിശ്ചയം ചെയ്യുന്ന സത്യമണവാള, നിന്റെ പ്രഭാവത്തിൽ മുൻപിൽ നിൽക്കുന്ന എളിയവരായ ഞങ്ങളുടെ മധ്യസ്ഥതയിൽ നിന്റെ ദാസർ പരസ്പര വിവാഹ നിശ്ചയം ചെയ്ത് നിന്നെ അവരുടെ ദാമ്പത്യത്തിന്റെ മധ്യസ്ഥനായി സ്വീകരിച്ചിരിക്കുന്നു. ഇവരിൽ നിന്ന് സുഹൃത നടപടികളാകുന്ന കൃത്യപരിമളം വീശുവാനും ഇവർ തമ്മിൽ യഥാർത്ഥ സ്നേഹവും ശാന്തിയും സമാധാനവും ഐക്യവും ഉണ്ടാകുവാനും അവിടുന്ന് ഇവർക്ക് കൃപ നൽകണമേ. ആത്മാവിലും ശരീരത്തിലുള്ള നൈർമല്യം കാക്കുന്നതിന് അന്യോന്യം സഹായിക്കുവാൻ ഇവരെ നീ ശക്തരാക്കണമേ. ഇവർ നാഥ, നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കാരുണ്യത്താലും ബഹലവും സനാതനവുമായ കൃപയാലും ഈ മോതിരങ്ങൾ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശുദ്ധ സഭയുടെ മക്കളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെടുന്നു. ബാരക്കുമോ ബസ്മോദാബോ ഉദാബ്രോ മധുരോഹായോ ഗദിശോ ദൽഹായ് ദൽവോലം മുൽമേൻ. കരുണാപൂർവം നിങ്ങളിലേക്ക് നീട്ടട്ടെ. നിന്റെ വിവാഹ ഉടമ്പടിയുടെ മോതിരത്തോടൊപ്പം കാരുണ്യവാനായ നിന്റെ കൃപയും അനുഗ്രഹവും നീ പ്രാപിക്കട്ടെ. നന്മകൾ നിറഞ്ഞതും വാഴ്വുകൾ നൽകുന്നതുമായ വലതുകരം നിന്നോടുകൂടിയായിരിക്കുകയും ആയുഷ്കാലം മുഴുവൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. അനുഗ്രഹപൂർണമായ വലത്ത് കൈ അദൃശ്യമായ നിങ്ങളിലേക്ക് നീട്ടട്ടെ. വിശുദ്ധ സ്ലീഹന്മാരിൽ എന്ന പ്രകാരം വിശുദ്ധ ജന്മാരുടെ കൈകളിൽ നിന്ന് വിവാഹ ഉടമ്പടിയുടെ മോതിരം നീ സ്വീകരിക്കുക. അല്പശരീരങ്ങളുടെ ആരോഗ്യത്തോടും ഹൃദയ സന്തോഷത്തോടും കൂടെ നമ്മുടെ കർത്താവിനും അവൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും നീ സ്തുതി സമർപ്പിക്കണം. ആമേൻ. അന്യോന്യം വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന ഈ മക്കളെ സത്യത്തിലും നീതിയിലും പൂർണ്ണരാക്കട്ടെ. തങ്ങൾ സ്വീകരിച്ച മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർ പ്രാപിക്കട്ടെ. കർത്താവ് സകല കപട സ്നേഹവും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിക്കുവാൻ തക്കവണ്ണം സ്നേഹാഗ്നിയാൽ ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. ലുല്ലി പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകതയിൽ തങ്ങളുടെ മനസാക്ഷിയെ നയിക്കുവാൻ ഇവർക്കിടയാകട്ടെ. പാവനമായ വിവാഹത്തിൻ്റെ നിർമ്മല പാതയെ നശിപ്പിക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിക്കട്ടെ. കർത്താവ് പരിപാകതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസ്ഹാക്കിൻ്റെയും റബാക്കയുടെയും വിവാഹ നിശ്ചയം സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരുടെ ഉടമ്പടിയെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണമാക്കട്ടെ. മണവാളനെ തൻ്റെ വീണ്ടെടുപ്പ് വഴി ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ അക്ഷയമായ മനോഹരഭൂഷണങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് എന്നതിലധികമായി വിശുദ്ധിയുടെ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടട്ടെ. ഇവരുടെ അന്യോന്യബന്ധവും സഹവാസവും തൻ്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ സംസ്കരണത്തിനും ഉതകുവാൻ ദൈവമായ കർത്താവ് ഇടയാകട്ടെ. എന്നെ
പ്രയത്നത്തിന് 30, 60, 100 മടങ്ങ് അവൻ പ്രതിഫലം നൽകുമാറാകട്ടെ. നിങ്ങളെല്ലാവർക്കും നന്മ ലഭിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ശ്ലീബ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ ആരോട് കരുണ ചെയ്യുന്ന രാജാവേ, നിനക്ക് സ്തുതി. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളും എന്നേക്കും ശരിയപ്പെടുമാറാകണമേ. ദൈവനമ്പുരാനേ, അനന്തമായ വിരുന്നിനും മനുഷ്യരുമായ മണവറയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ, ദയ ചെയ്തിടണമേ. അബ്രാഹം സാറായി വരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ, ദയ ചെയ്തിടണമേ. മിസ്രയീമിൽ യൗസേപ്പിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ, കൃപ ചെയ്തിടണമേ. ായിരിക്കുന്ന ഈ ദാസരെ നിന്റെ നൽവരങ്ങളുടെ സമൃദ്ധി കൊണ്ട് ശ്രേഷ്ഠരാക്കുകയും ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ എപ്പോഴും ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ശക്തിയിലരജൻ മോദിക്കും നാഥാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ രക്ഷയിലവനേറ്റം ഘോഷിക്കും. അവനോ നിന്നോട് ജീവനിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദീർഘായുസ്സു നീ അവനേകി ബാറക്കുമോ. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിൽ അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പോഴ്ച മനുഷ്യരുമായ നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങളെല്ലാവരെയും അങ്ങ് യോഗ്യരാക്കി തീർക്കണമേ. ഉണ്ടായിരുന്നവനും ഇപ്പോൾ ഉള്ളവനും കാലാകാലങ്ങളോളം സ്ഥിതി ചെയ്യുന്നവനുമായ വൽവത്വമുള്ള കർത്താവിൻ്റെ സ്തുതി. സിംഹാസനരൂഢനും അനാദിന്റെ വചനവുമായ തനിക്ക് മാലാഖമാർ ആരാധന അർപ്പിക്കുന്നു. അവർ തൻ്റെ കൃപാബാഹുല്യത്താൽ ഞങ്ങളിൽ ദയ തോന്നി തൻ്റെ പക്കലേക്ക് ഞങ്ങളുടെ വർഗത്തെ തിരിച്ചു കൊണ്ടുവന്നു. അവൻ ശ്രേഷ്ഠനും പരമോത്കൃഷ്ടനുമാകുന്നു. അന്യമായി പോയ ഞങ്ങളുടെ സ്വഭാവത്തെ സ്നേഹപൂർവ്വം തനിക്ക് സമീപസ്ഥമാക്കി. യാതൊരു തത്വജ്ഞാനിക്കും താർക്കികനും അവനെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിയില്ല. എല്ലാവരും അവൻ്റെ അസ്തിത്വത്തെ ആരാധിക്കുന്നു. അവൻ ആരാധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനാകുന്നു. അവൻ മോചിക്കുന്നതെല്ലാം മോചിക്കപ്പെടുന്നു, ബന്ധിക്കുന്നതെല്ലാം ബന്ധിക്കപ്പെടുന്നു. മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങൾ പ്രദാനം ചെയ്യുന്നവന് സ്വദാസരുടെ കിരീടവാഴുവലിൻ്റെ ഈ സമയത്തും
സകല പെരുന്നാളുകളുടെ നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായ സ്വടിരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. മൺമയനുമായി ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടവ നിന്നോട് യാചിക്കണമെന്ന് നീ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. കൃപാദാനങ്ങളിൽ നീ ഉത്സവനാകുന്നു. ശിക്ഷാർഹരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, ദേശാടനം ചെയ്യുന്നവരെയും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി കഴിയുന്ന സ്ഥിരവാസികളെയും പ്രത്യേകിച്ച് ഇവിടെ സ്നേഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും തണലിലും ആ സങ്കേതം പ്രാപിച്ചിരിക്കുന്ന ഈ ദാസരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. എല്ലാ പ്രവൃത്തികളിലും നല്ലവരായി തീരുവാൻ ഇവരെ നീ സഹായിക്കണമേ. ഇവരുടെ പ്രയാണം നിന്റെ സത്യത്തിൽ കൂടെയാകുവാൻ നിന്റെ ന്യായ പ്രമാണ മാർഗത്തിൽ ഇവരെ നയിക്കണമേ. സ്വർഗരാജ്യത്തിലെത്തിക്കുന്ന നേർപാതയിൽ സഞ്ചരിക്കുവാൻ ഇവർക്ക് നീ കൃപ നൽകണമേ. ഇവർ ആത്മീക നൽവരങ്ങളിൽ തൽപരരും പാപമാകുന്ന മരണത്തിൽ നിന്ന് അകന്നിരിക്കുന്നവരുമായിരിക്കുവാൻ ഇടയാക്കണമേ. ഇവർ ഒരുമിച്ച് ശപിക്കപ്പെട്ട സാത്താന്റെ ദാസ്യത്തിൽ നിന്ന് ഓടിയകന്ന് നിന്റെ പരിശുദ്ധിയെ സമീപിക്കുവാൻ തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ ഐക്യപ്പെടുത്തണമേ. ഇവർ ആധ്യാത്മിക നൽവരങ്ങളിൽ തൽപരരും ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരട്ടെ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനം പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. സുന്ദരികളിൽ സുന്ദരി നീ ജാതികളിൻ സുവരെ നിന്നതരങ്ങൾ മയൂരിയ പാലിക്കും നിന്നെ മാറക്കുമോ. ശുഭഹോല പോല പരോവൽ റോഹോ കാദീസോ മെന്നോലം വാദാമൽ ഓലം വൽമീനാമി. സഭയോടും നിന്നെ മൂന്ന് കോട്ടകൾ ചുറ്റുന്നു. വഞ്ചകനാം ദുഷ്ടാത്മാവിനുള്ളിൽ പോയിടാം സാധ്യമല്ല. ബന്ധിതമാവുന്നു അവർ തന്നിടയിൽ ദേശം പഴുതില്ല. താതസുതാവും പുരുഷായാം ത്രിത്വമവേദ്യം ഞാൻ മഹിമേഴും വധുതുല്യം ഞാൻ നിൽപ്പൂ അവർ മധ്യേ. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. മേൽത്തരം വീഞ്ഞാക്കി മാറ്റിയ മനുഷ്യ സ്നേഹിയും നീതിയുടെയും സത്യത്തിൻ്റെയും മണവാളനുമായ കർത്താവേ, തലകുനിച്ചു നിൽക്കുന്ന ഈ ദാസരെ നീ അനുഗ്രഹിക്കണമേ. കരുണാപൂർണമായ വലത്ത് കൈവരിൽ നീ ആശ്വസിപ്പിക്കണമേ. അത്യാത്മികമായ നിന്റെ മണവറയുടെ സന്തോഷിപ്പിക്കണമേ. നിന്നെ സ്നേഹിക്കുകയും കൽപ്പനകൾ ആചരിക്കുകയും ചെയ്ത വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട വിരുന്നിന് ഇവരെയും യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും നിന്റെ വലത് ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കാരുണ്യം ദർശിക്കുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. എഫെസസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് ബാറഖിമോ. സ്നേഹായുടെ ഉടയവനെ സ്തുതി. അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലെന്നേക്കും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ സഹോദരങ്ങളെ, എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. മിശിഹായോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ മിശിഹ തൻ്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. മിശിഹ തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ മിശിഹായ്ക്ക് വിധേയായിരിക്കുന്നത് പോലെ
എല്ലാ കാര്യങ്ങളും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ മിശിഹായെ സഭ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നത് ജലം കൊണ്ട് കഴുകിയ വചനത്താൽ വെണ്മയുള്ളതാക്കി അതവളെ കറയോ ചുളവോ കൂടാതെ മഹത്വപൂർണനായി തനിക്ക് വേണ്ടി പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. മിശിഹ സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായെയും അവൻ്റെ സഭയെയും കുറിച്ചാണ് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. നമ്മുടെ മുൻഭാഗം വായിക്കപ്പെടുന്ന കർത്താവ് ഈശോ മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവമായ കർത്താവ് അതിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. ഭാർഗമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന്റെ ജീവനും രക്ഷയും പ്രസംഗിച്ച വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് വന്നവരവരുവാനിരിക്കുന്നവനായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി അവനെ അയച്ചവന് സ്തുതികളും നാം എല്ലാവരുടെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരമെടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മിശിഹായുടെ ഇഹലോകവാസകാലത്ത് ഇവ ഇപ്രകാരം പഠിപ്പിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശു ഗലീലിയ വിട്ട് ജോർദാനക്കരെ യൂദയായുടെ അതിർത്തിയിലെത്തി. വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. പരീശന്മാർ അടുത്തു ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവാദി മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏകശരീരമായി തീരുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപിരിക്കരുത്. അവർ അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഉപേക്ഷാപത്രം നൽകി ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് മോശ കൽപ്പിച്ചത് എന്തുകൊണ്ട്? അവൻ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമാണ് ഭാര്യയെ ഉപേക്ഷിക്കാൻ മോശ നിങ്ങൾക്ക് അനുമതി നൽകിയത്. ആദ്യം മുതലേ അങ്ങനെ ആയിരുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം മൂലം അല്ലാതെ മറ്റേതെങ്കിലും കാരണത്താൽ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഭാര്യ ഭർത്തൃബന്ധം ഇത്തരത്തിലുള്ളതാണെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ ഭേദം. അവൻ പറഞ്ഞു, വരം ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. എന്തെന്നാൽ ഷണ്ഡരായി ജനിക്കുന്നവരുണ്ട്, മനുഷ്യരാൽ ഷണ്ഡരാക്കപ്പെടുന്നവരുണ്ട്, സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ഡരാക്കുന്നവരുണ്ട്. ഗ്രഹിക്കുവാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. തകിലാതിപനം നിൻ പ്രാഗൽഭ്യത്തെ
വാഴ്ത്തപ്പെട്ട ശിരസ്സുകളും എന്നേക്കുമായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെടുന്നു. ഭസ്മോദാബോ ഉദാബ്രോ വദ്രുഹോഹായോ കാദിശോ നൽഹായേ ദൽവോലം ഉൽമേ കർത്തൻ കയ്യാളിറങ്ങി മണ്ണവാളനയാചാര്യൻ അണീക്കും മകുടം രമ്യം. കർത്തൻ കയ്യാലിറങ്ങി മണവാളനയാചാര്യൻ അണീക്കും മകുടം രമ്യം. മഹിതാചാര്യന്മാരാൽ ദമ്പതികൾക്ക് മശിഹാകൃപനാൽ രചിതം മകുടം പാരം രുചിരം. വാനിൽ നിന്നോരു മകുടം കർത്തൻ കയ്യാലിറങ്ങി മണവാളനയാചാര്യൻ അണീക്കും മകുടം രമ്യമേ. നിന്നോടൊപ്പം ഞങ്ങൾ മോദിച്ചിടും സദരം. കർത്താവിന്റെ നീതിയുടെ കിരീടമണിയിക്കുകയും അനശ്വതയുടെ അലങ്കാരങ്ങളാൽ വിഭൂഷിതനാക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കുമെതിരായി അജയായുധം തന്ന് നിന്നെ ധരിപ്പിക്കുകയും ചെയ്യട്ടെ. നിന്നോരു മകുടം കർത്തൻ കയ്യാലിറങ്ങി മണവാട്ടിയാചാര്യൻ അണീക്കും മകുടം രമ്യം. ഇമ്പം നൽകുനാഥാ, മുടിയാൽ മണവാളനും മണവറയാൽ മണവാട്ടിക്കും. വാനിൽ നിന്നോരു മകുടം കർത്തൻ കയ്യാലിറങ്ങി മണവാട്ടിയാചാര്യൻ അണീക്കും മകുടം രമ്യം. മഹിതാചാര്യന്മാരാൽ ദമ്പതികൾക്ക് മശിഹാകൃപനാൽ രചിതം മകുടം പാരം രുചിരം. വാനിൽ നിന്നോരു മകുടം കർത്തൻ കയ്യാലിറങ്ങി മണവാട്ടിയാചാര്യൻ അണീക്കും മകുടം രമ്യം. മണവാളൻ തൻ മകുടം തിരുമുൾമുടിയോടുപമം മണവാട്ടിയുടെ മകുടം സതിമാർ മുടിയോടുപമം. നീതിയുടെ കിരീടവും മനുഷ്യരുടെ മോഹനീയ അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അർപ്പിച്ചുകൊണ്ട് ആയുഷ്കാലമെല്ലാം സന്തോഷിക്കുവാൻ നിനക്ക് സംഗതിയാകട്ടെ. ശുഭ
ചിഹ്നം താൻ ശ്ലീബ വിജയ കൊടിതാൻ ശ്ലീബ നമ്മെ രക്ഷിച്ചിടും ശ്ലീബായു പുകഴും ശ്രീബോസോദ് ശൈനോ ശ്രീബോനിഷദ് സോകുസോ ശ്രീബദ് ബേകഫരി കിരാൻ ബേകുന ബേസ്തബരീന ശുഭചിഹ്നം താൻ ശ്ലീബ വിജയ കൊടിതാൻ ശ്ലീബ നമ്മെ രക്ഷിച്ചിടും. സന്തുഷ്ടനായി നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ മണവാളനായ മിശിഹ തൻ്റെ യഥാർത്ഥ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടത്തെ. മിശിഹ തൻ്റെ സഭയിൽ സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്ക് അന്യോന്യം സന്തോഷിക്കുവാനിടയാകട്ടെ. കരുണയുള്ള തൻ്റെ വലതുകൈ നിങ്ങളുടെ മേൽ ആവസിപ്പിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കട്ടെ. സമാധാനദൂതൻ നിങ്ങളോട് കൂടിയിരുന്ന് ആകൽക്കറുസായുടെ ചതിയിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. മാരകമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കുകയും പരസ്പരം സന്തോഷിക്കുകയും നിങ്ങളിൽ നിന്നും ദുഃഖങ്ങൾ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേപ്പിലും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾ വർദ്ധിച്ചു വരികി ഭൂമിയിൽ നിറവിനെന്ന് നോഹിയോടും മക്കളോടും കൽപ്പിച്ചുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ച വാഴ്വ് നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുത്ത അനുഗ്രഹം നിങ്ങളിലും വസിക്കട്ടെ. ആകാശത്ത് നിന്ന് മഞ്ഞും മഴയും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് യാക്കോബ് തൻ്റെ പുത്രനായ യോസേഫിന് നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ഐശ്വര്യങ്ങളാലും സമ്പാദ്യങ്ങളാലും സൗഭാഗ്യങ്ങളാലും ദൈവം നിങ്ങളെ സമ്പന്നരാക്കട്ടെ. മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാൻ സീനായ് മലയിലിറങ്ങിയ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘത്തെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അർപ്പിക്കാം. തോട്ടവിധാതാവേ നീയാണൻ യുവമണവാളൻ സുഖകരമാം നിൻമുദ്രാന കൊടുതന്നൽ വീക്ഷിക്കന്നേ കനിവുണ്ടാകണമേ. ശ്രീവായാലവകാശധനം പീഡകളാൽ മുക്തിയുമേകി സ്വർഗേയൻ മണവറത്തീർത്തു നിന്റേതാവാൻ ക്ഷണമേകി ധ്വനി കേട്ടപ്പോൾ കണ്ണുതെളിഞ്ഞാനന്ദിച്ചേ. മോറിയോറാഹേ ആരേനോ ആധാരേ. സമേതരായിരിക്കുന്ന ഈ അവസരത്തിൽ വിശ്വാസികളെ ഗുണദോഷിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും തൽപരരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം സ്വീകരിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവ്വപിതാക്കന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാകുന്നു. മക്കളെ, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ സിംഹാസനമായ ബലിപീഠത്തിൻ്റെയും ശ്ലീബായുടെയും വിശുദ്ധ ഏവങ്കേലിയോൻ്റെയും ഈ സമൂഹത്തിൻ്റെയും മുമ്പാകെയാകുന്നുവെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുവിൻ.
മനോഗതങ്ങൾ അറിയാത്തവൻ്റെ അല്ല, അറിയുന്നവൻ്റെ സന്നിധിയിൽ അത്രേ നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഇപ്പോൾ മുതൽ ഞാൻ നിങ്ങളെ അന്യോന്യം ഭരമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിങ്ങൾ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുന്ന പക്ഷം ഞാൻ അതിൽ കുറ്റമില്ലാത്തവനായിരിക്കും. പട്ടക്കാരിലും ശമ്മാശന്മാരിലും വിശ്വാസികളായ ജനത്തിന്മേലും മണവാണലിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന് അനുഗ്രഹങ്ങളും കരുണയും സമൃദ്ധമായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയും ദൈവമാതാവുമായ വിശുദ്ധ കന്യകാമറിയാമിൻ്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ കൽപ്പനകൾ ആചരിച്ച സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകൾ മുഖാന്തരം യേശുമിശിഹായുടെ വലത്തുകൈ നാം എല്ലാവരിലും എപ്പോഴും വസിക്കുവാൻ ഇടയാകട്ടെ. വിശ്വാസികളെ, ഈ അനുശാസനങ്ങൾ നിങ്ങളെല്ലാവരോടുമുള്ളതാകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുക. നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് ശ്രദ്ധിക്കുക. എന്തെന്നാൽ അവൾ സ്വജനങ്ങളെ വിട്ട് ഭർത്താവിനോട് യോജിച്ചിരിക്കുന്നു. അതിനാൽ അവൻ അവളെ പ്രീതിപ്പെടുത്തി അവളോട് ദയാപൂർവം വർദ്ധിക്കണം. പ്രാണനെ പോലെ അവൻ അവളോട് വർദ്ധിക്കണം. അവൻ വിശന്നിരുന്നാലും അവൾക്ക് ഭക്ഷണം കൊടുക്കണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിക്കാൻ കൊടുക്കണം. അവളും അവനെ യഥോചിതം പരിചരിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. സകലത്തിലും സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും കൂടെ അവൾ അവൻ്റെ അടുക്കൽ പെരുമാറണം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധന്മാരെ നിങ്ങൾ അടികളെയും തൻ കോപത്തിൻ വടികളെയും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീകമായ ശുശ്രൂഷയെ ഞങ്ങളോടുകൂടെ സംബന്ധിച്ച നിങ്ങൾ ഓരോരുത്തരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായി മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ബലഹീനങ്ങളും കുറവുള്ളവയുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നത സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയും ആക്കി തീർക്കണമേ. കൊണ്ടൊരു വീട് പണിയാ, ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാ, ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീട് പണിയാ, സ്നേഹം കൊണ്ടൊരു വീട് പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാം, ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീട് പണിയാം. ദൈവത്തോടനുവാദം ചോദിക്കേണം, ദൈവത്തിൽ ദൃഢമായ വിശ്വാസം, ത്യാഗത്തിൻ ഭിത്തികൾ പണിയും. അൽഫോൻസായിക്കും എല്ലാവരുടെയും നാമത്തിൽ അനുമോദനങ്ങൾ നേരുന്നു. എല്ലാവിധമായ പ്രാർത്ഥന ആശംസകളും ഉള്ളിനുള്ളിൽ തീ വാനുമതി, നീ നീ വാനിൽ കാണും ചന്ദ്രമുഖി. പൊട്ടാസ് പൊട്ടി വീണ നഞ്ചകത്ത് വന്നിരുന്നു, പുട്ടുപോലെ പട്ടുനൂല് കെട്ടിയിട്ടുവോ. കിട്ടാത്ത മുന്തിരിക്ക് പിന്നിൽ വന്ന പമ്മി നിന്ന് വട്ടമിട്ട് കിട്ടുമെന്നൊരാശ കൂടിയോ. താഴെ വന്ന നിലവേ, താഴു വീണ നിധിയേ,
ആഴമുള്ള നദിയെ കൊത്തിവെച്ച ശിലയെ മുത്തുവെച്ച മാലയെ പൊത്തിവെച്ച താരമേ കണ്ണടിച്ച് കൈപിടിച്ച് വാ വാ പൊന്മാനെ മാനെ 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 മായാതിൽ വാലെ മായാജാലം കാട്ടും കാതൽ ജിന്നാനെ ബാലി തീരം നിന്നെ കാണാൻ നോവാണെ വീര്യം കൂടും വിഞ്ഞാണെ ും വരുവാനിൽ ഇതുപോലെ പഴയേതോ മുനി തന്ന വരമോ പൊന്മണി നീ ദിശ തേടി വഴിമാറിയിരുളിൽ ഞാൻ അലയുമ്പോൾ നിലവായി തെളിവാനിൽ നിറയെ കൺമണി നീ പൊട്ടാസ് പൊട്ടി വീണ നെഞ്ചകത്ത് വന്നിരുന്നു പുട്ടുപോലെ പട്ടുനൂല് കെട്ടിയിട്ടുവോ കിട്ടാത്ത മുന്തിരിക്ക് പിന്നിൽ വന്ന പമ്മി നിന്ന് വട്ടമിട്ട് കിട്ടുമെന്നൊരാശ കൂടിയോ താഴെ വന്ന നിലവേ താഴുവീണ നിധിയെ ആഴമുള്ള നദിയെ കൊത്തിവെച്ച ശിലയെ മുത്തുവെച്ച മാലയെ പൊത്തിവെച്ച താരമേ കണ്ണടിച്ച് കൈപിടിച്ച് വാ വാ പൊന്മാനെ മാനെ 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 മായാതിൽ വാലെ മായാജാലം കാട്ടും കാതൽ ജിന്നാനെ ബാലി തീരം നിന്നെ കാണാൻ നോവാണെ വീര്യം കൂടും വിഞ്ഞാണെ Amazing, can this be real? It's like I'm living a dream, but it's how everyone feels. We celebrate with one thing, so let's wave our hands. We can sing, we can dance. I don't want this to end. Feels so good, feels so real. നവദമ്പതികളെ നമ്മുടെ സന്തോഷവും സ്നേഹവും ആദരവും അറിയിക്കുവാനായിട്ട് എല്ലാവരും ഇരിപ്പിടങ്ങളിൽ തന്നെ ഇരുന്നു കൊണ്ട് തന്നെ കൈ അടിച്ചുകൊണ്ട് കരഘോഷത്തോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ സ്വീകരിക്കാം. ഇപ്പോൾ ഡാൻസോടുകൂടി ആരംഭിക്കുന്നു. കൈകൾ അടിച്ചു ചന്ദ്രന്റെ ചന്തമായി ഞാൻ എന്റെ പൊന്നല്ലേ കണ്ണല്ലേ നിനക്കു വേണ്ടി നാം പാടുന്ന കൊണ്ടുവന്ന് തന്നല്ലേ തന്നല്ലേ ചന്ദ്രന്റെ ചന്തമായി ഞാൻ എന്റെ പൊന്നല്ലേ കണ്ണല്ലേ താരകങ്ങൾ കണ്ണു വെച്ച പാടിയാണല്ലേ താരയുടെ കൂടെ നിന്റെ പഞ്ചവണ്ണമല്ലേ തങ്കമിഴ
മുത്തരി കുത്തിയ പട്ടിരി വെക്കണ മുത്തരി മാരന മുത്തിരളമ്പടി എഴുതിയാണീ മാനത്തെ മണിച്ചിട്ട കേന്ദ്രബിന്ദു രജീഷ് അൽഫോൺസ ഇവിടെ മാതാപിതാക്കൾ, രജീഷിൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങളും വേദിയിലേക്ക് കടന്നു വരണം. അതോടൊപ്പം തന്നെ അൽഫോൺസായുടെ മാതാപിതാക്കളും സഹോദരങ്ങളും കുടുംബവും വേദിയിലേക്ക് കടന്നു വരുവാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് രജീഷിൻ്റെയും അൽഫോൺസയുടെയും വിവാഹ ആഘോഷത്തിൻ്റെ ചടങ്ങിലേക്ക് നമുക്ക് പ്രവേശിക്കാം. തിരുവചനം ഇപ്രകാരം പറയുന്നു: ആദിയിൽ ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു, അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യം. തുടർന്ന് ഉൽപ്പത്തി 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന തുണയെ അവന് വേണ്ടി ഞാൻ സൃഷ്ടിക്കും. ഇന്ന് പുരുഷൻ്റെ വാരിയലിൽ നിന്നാണ് സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചത് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കാരണം മനുഷ്യൻ്റെ ശരീരത്തിൽ ഏറ്റവും ഫ്ലെക്സിബിളായിട്ടുള്ള അവയവം എന്ന് പറയുന്ന അസ്ഥി എന്ന് പറയുന്നത് വാരിയലാണ്. സ്ത്രീ ഏത് സാഹചര്യങ്ങൾക്ക് ഒത്തവിധം ജീവിക്കുവാൻ കഴിവുള്ളവളാണ് എന്ന് തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് വാരിയലിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിച്ചു എന്ന് വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. രജീഷിന് ചേർന്ന ഇണയെ ദൈവം നൽകിയിരിക്കുന്നതാണ് അൽഫോൺസ. അൽഫോൺസായ്ക്ക് ചേർന്ന തുണയാണ് രജീഷ്. അപ്പോൾ ഇത് രണ്ടുപേരെയും ദൈവം യോജിപ്പിച്ചതാണ്. ഇന്ന് ദേവാലയത്തിൽ പരിശുദ്ധമായ കൂദാശ സ്വീകരിച്ചുകൊണ്ട് ഈ ദിവസം നമ്മുടെ മക്കൾ ജീവിതത്തിലെ അവരുടെ ഏറ്റവും സന്തോഷപ്രദമായ അനുഗ്രഹപ്രദമായ ഈ ഒരു നിമിഷത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. തിരുസഭയിൽ വിവാഹമെന്ന കൂദാശയിലൂടെ തിരുസഭയിൽ പുതിയ ഒരു കുടുംബം ഇന്ന് ജന്മമെടുത്തിരിക്കുകയാണ്. സമൂഹത്തിന് ഒരു മാതൃകാപരമായ ഒരു കുടുംബം രൂപം കൊണ്ടിരിക്കുകയാണ്. സ്വർഗവും അതുപോലെ തന്നെ ഭൂമിയും ഒരുപോലെ സന്തോഷിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇവരുടെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം, രജീഷിൻ്റെയും അൽഫോൺസയുടെയും മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ നിർവൃതിയുടെ നിമിഷങ്ങളാണ്. ഈ സന്തോഷത്തിൻ്റെ അനുഗ്രഹീത നിമിഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ, ഈ സന്തോഷത്തിൽ പങ്കുകൊള്ളുവാനും ഇതോടൊപ്പം തന്നെ വധൂവരന്മാരെ അനുഗ്രഹിക്കുവാനും ആശീർവദിക്കുവാനുമായി കടന്നു വന്ന നിങ്ങളേവരെയും സ്നേഹപൂർവ്വം ഞാൻ ഈ വിവാഹ ആഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്നേഹമുള്ളവരെ, ഇപ്പോൾ നമ്മുടെ ഭാരതീയ സംസ്കാരം അനുസരിച്ച് വധൂവരന്മാർ പരസ്പരം മാലകൾ അണിയിച്ചുകൊണ്ട് കൈമാറിക്കൊണ്ട് ഈ വിവാഹത്തിൻ്റെ ആഘോഷങ്ങൾക്ക് ആരംഭം കുറിക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് ഏത് നമ്മുടെ കാര്യവും ആരംഭിക്കുന്നത് പ്രാർത്ഥനയോടുകൂടിയാണ്. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ ദമ്പതികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ ആഘോഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തമ്പുരാൻ്റെ സാന്നിധ്യം കാനായിലെ കല്യാണത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്ന പോലെ ഈ വിവാഹ ആഘോഷത്തിലും
ഇതിലെല്ലാ പ്രവർത്തനങ്ങളിലും തമ്പുരാൻ്റെ സാന്നിധ്യവും കൃപയും ഉണ്ടാകുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് മക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്നവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്നേ ദിവസം അങ്ങേ പദ്ധതി അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ സഭയിൽ നവകുടുംബങ്ങളായി മാറിയിരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ രജീഷിനെയും അൽഫോൺസെയും പ്രത്യേകമായിട്ട് കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദീപം, പ്രകാശം, അത് ദൈവസാന്നിധ്യത്തിൻ്റെ പ്രതീകമാണ്. ഈ മക്കളുടെ ജീവിതം കുടുംബത്തിനും സമൂഹത്തിനും ഒരു പ്രകാശ ഗോപുരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദീപം തെളിയിക്കുവാനായിട്ട് നവദമ്പതികളെയും അവരുടെ മാതാപിതാക്കളെയും ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. തിരി രജീഷും അൽഫോൻസയും ചേർന്ന് കത്തിക്കുന്നു. 3 തിരികളാണ് തിരുക്കുടുംബത്തിൻ്റെ മാതൃകയിലൂടെ ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യത്തെ തിരി നവദമ്പതികൾ തെളിയിക്കുന്നു. തുടർന്നുള്ള 2 തിരികൾ രജീഷിൻ്റെയും അൽഫോൺസയുടെയും മാതാപിതാക്കൾ ചേർന്നുകൊണ്ട് തെളിയിക്കുന്നു. ഇപ്പോൾ മധുരത്തിൻ്റെ സന്തോഷത്തിൻ്റെ പ്രതീകമായി കേക്ക് കട്ട് ചെയ്തുകൊണ്ട് നവദമ്പതികൾ അവർ പരസ്പരം കേക്ക് കൈമാറുന്നു. അതിനുശേഷം കുടുംബാംഗങ്ങൾക്ക് മധുരം പങ്കുവയ്ക്കുന്നു. നവദമ്പതികളെ രജീഷിനെയും അൽഫോൺസയും കേക്ക് കട്ട് ചെയ്യുന്നതിനായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. When I tell everyone that you're in love with me, congratulations and jubilation. I want the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness hadn't been invented, but that was in the bad old days before I met you. When I let you walk into my heart. Congratulations and celebration when I tell everyone that you're in love with me. Congratulations and jubilation. I want the world to know I'm happy as can be. I was afraid to think that you thought you were above me, that I was only fooling myself to think you loved me. But since tonight you said you wouldn't live without me, that round about me you wanted to stay. Congratulations and celebration when I tell everyone that you're in love with me. Congratulations and jubilation. I want the world to know I'm happy as can be. അതിനു മുമ്പായിട്ട് ഈ 2 കുടുംബങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുവാനായിട്ട് ഈ സമയം ഞാൻ ചുരുക്കിയ സമയത്ത് ഞാൻ ആഗ്രഹിക്കുകയാണ്. അൽഫോൺസ CJ, ചേറ്റാനിൽ വീട്ടിൽ ബേബി അല്ലെങ്കിൽ ജോസഫ് CPയുടെയും ഷൈല മേരി PM-ൻ്റെയും 2ാമത്തെ മകളാണ്. ഡയാലിസിസ് തെറാപ്പിസ്റ്റായിട്ട് മുൾക്കി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. സഹോദരൻ ഷൈബിൻ CJ വിവാഹിതനാണ്. അബുദാബിയിൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഷൈബിൻ്റെ സഹധർമ്മിണി മെർലിൻ അത് ഡയാലിസിസ് തെറാപ്പിസ്റ്റായിട്ട് ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു. ഇതാണ് അൽഫോൺസായുടെ കൊച്ചു കുടുംബത്തിൻ്റെ പരിചയം. നമ്മുടെ വരൻ്റെ കുടുംബം എടപ്പാറ വീട്ടിൽ
രജീഷ് വർഗീസ് EM ബേബിച്ചേട്ടൻ, അതുപോലെ തന്നെ ഷീലാമ്മ ദമ്പതികളുടെ രണ്ടാമത്തെ മകനാണ്. അതവരുടെ സഹോദരങ്ങൾ രാജേഷ് EV MRI ടെക്നീഷ്യനായിട്ട് ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു. ഭാര്യ സോണിയ തോമസ്, അവരും ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ കുഞ്ഞ് റിയാൻ, നമ്മുടെ ഫാനിൻ്റെ പുറത്ത് നിൽക്കുന്ന ആൾ, അവരുടെ മക്കളാണ്. മൂന്നാമത് നമ്മുടെ റോബിൻസൺ EV ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു. റോഷൻ EV ക്ലൈൻ അക്വിസിസ്റ്റ് സ്പെഷ്യലിസ്റ്റായിട്ട് ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു. ഈ രണ്ട് കുടുംബങ്ങൾ ഇടപ്പാറ, അതുപോലെ തന്നെ ചേറ്റാനിൽ, അല്പം ഉച്ചാരം ബുദ്ധിമുട്ടാണ്, ചേറ്റാനിൽ കുടുംബാംഗങ്ങളാണ്. ഈ രണ്ട് കുടുംബങ്ങൾ ഇന്ന് ഈ മക്കളുടെ വിവാഹമെന്ന കുദാശയിലൂടെ പരസ്പരം ഒന്നിച്ചിരിക്കുകയാണ്, ഒരു കുടുംബമായിട്ട് മാറിയിരിക്കുകയാണ്. അൽഫോൺസായുടെ ഇനി അഡ്രസ്സ് അറിയപ്പെടുന്നത് ചേറ്റാനിൽ കുടുംബത്തിലല്ല, ഇടപ്പാറ ഹൗസ് എന്നാണ്. അപ്പം ഭാര്യ ഭർത്താവിനോട്, മാതാപിതാക്കളെ വിട്ട് ഭർത്താവിനോട് ചേരും. അതുപോലെ തന്നെ ഭർത്താവ് മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും. പുരുഷനും സ്ത്രീയും ഒന്നായി പുതിയ കുടുംബങ്ങളായിരിക്കുന്ന ഈ അവസരത്തിൽ ആശംസകൾ നേരുന്നു. അടുത്ത നമ്മുടെ ഒരു വളരെ പ്രധാനപ്പെട്ട നമ്മുടെ മലയാള സംസ്കാരത്തിൻ്റെ ഭാഗമാണ് മധുരം വെപ്പ്. അതിൻ്റെ അർത്ഥം ഇതാണ്: വധൂവരന്മാരെ, മണവാളനെയും മണവാട്ടിയും എതിരേൽക്കുക എന്നുള്ളതാണ് ഈ മധുരം വെപ്പ് ചടങ്ങിൻ്റെ അർത്ഥം. ഈ മധുരം വെപ്പ് ചടങ്ങത്തിനായിട്ട് നിയോഗിച്ചിരിക്കുന്ന രജീഷിൻ്റെ കസിൻ സിസ്റ്ററും കുടുംബത്തെയും പ്രത്യേകമായിട്ട് ഞാൻ ഈ ചടങ്ങിനായിട്ട് ക്ഷണിക്കുകയാണ്. മധുരം വയ്ക്കുവാനായിട്ട് ജെസ്സി ജോമി ദമ്പതികളെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രജീഷിൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മകളാണ് ജെസ്സി. കുടുംബത്തെ ഞാൻ പ്രത്യേകമായിട്ട് മധുരം വെപ്പിനായിട്ട് പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. പതിവനുസരിച്ച്, പാരമ്പര്യമനുസരിച്ച് മധുരം വെക്കുന്ന തോഴന്മാർ അനുവാദം ചോദിക്കുന്ന ഒരു പതിവുണ്ട്, മധുരം വെക്കട്ടെ എന്ന്. അപ്പോഴും അത് മണവാള ചെക്കനും പെണ്ണിനും മധുരം വെക്കട്ടെ. മണവാള ചെക്കനും പെണ്ണിനും മധുരം വെക്കട്ടെ. മണവാള ചെക്കനും പെണ്ണിനും മധുരം വെക്കട്ടെ. എനിക്കിട്ട് കുഴപ്പമാണെന്ന് തോന്നുന്നു കേൾക്കാഞ്ഞത്. 3 പ്രാവശ്യം നല്ല മധുരമാണെന്ന് തോന്നുന്നു. രണ്ടുപേരും വിടുന്നില്ല, പരസ്പരം പങ്കുവെക്കുകയാണ്. ഒരിക്കലും നന്ദിയുടെ ഒരു വാക്ക് അല്പസമയം നിങ്ങൾക്ക് താഴെ സീറ്റിലിരിക്കാം. സ്നേഹമുള്ളവർ, നന്ദിയുടെ ഒരു വാക്ക്. ഇന്ന് പ്രത്യേകമായിട്ട് ഈ വിവാഹ ആഘോഷങ്ങൾക്ക് സഹകരിച്ച ഒരുപാട് പേരുണ്ട്. ആദ്യമായിട്ട് തന്നെ ഈ വിവാഹം സ്വർഗത്തിൽ ആശീർവദിക്കപ്പെട്ടു. ഇതിന് തമ്പുരാന് പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. ദേവാലയത്തിൽ വിശുദ്ധ കൂദാശയിലൂടെ ഈ മക്കളെ വധൂവരന്മാരായിട്ട് ഉയർത്തിയ വൈദികരെ പ്രത്യേകം നന്ദിയോടുകൂടി ഓർക്കുന്നു. ഇവരുടെ മാതാപിതാക്കളെ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഇവരുടെ സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളൊക്കെയും ഈ ദിവസങ്ങളിൽ, ഒരു ദിവസത്തെ ചടങ്ങുകളിലെ ഒരു നിമിഷത്തെ അല്ല, ഈ ദിവസങ്ങളിലൊക്കെയും ഈ കുടുംബത്തോടായിരുന്ന എല്ലാ ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും നന്ദിയോടെ ഓർക്കുന്നു. ഇവരെ സ്വീകരിച്ച് വന്ന അവരുടെ കുടുംബാംഗങ്ങൾ തന്നെയായ ഡാൻസ് ടീമിന് മനോഹരമായ നൃത്തത്തിലൂടെ അവരെ ഈ വേദിയിലേക്ക് സ്വീകരിച്ചവരെ നന്ദിയോടുകൂടി ഓർക്കുന്നു. പ്രത്യേകിച്ച് ഈ വിവാഹ ആഘോഷത്തിന് ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാവരും, പ്രത്യേകിച്ച് നമ്മുടെ ഭക്ഷണം ക്രമീകരണങ്ങൾ, ഈ ഓഡിറ്റോറിയം JJ ഓഡിറ്റോറിയത്തിൻ്റെ ഉടമസ്ഥനായ ജോസ് സാമുവൽ, അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ക്രമീകരിച്ച സഹോദരങ്ങൾ, മനോഹരമായ ഫോട്ടോഗ്രാഫേഴ്സ്, ഭക്ഷണം ക്രമീകരിച്ച മനോഹരമായ ടീം, ഇതെല്ലാ വിധത്തിലും സഹകരിച്ച എല്ലാവരെയും കുടുംബാംഗങ്ങളുടെ പേരിൽ, 2 കുടുംബാംഗങ്ങളുടെയും പ്രത്യേകിച്ച് രജീഷിൻ്റെയും അൽഫോൺസയുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. But
പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കരിമ്പഴയുള്ള കൂട് ആ പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കരിമ്പഴയുള്ള കൂട് കണ്ണാളൻ കെട്ടുന്നുണ്ടല്ലോ അത് നിന്നെ പൂട്ടാനാണല്ലോ തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന. കണിയല്ലേ കൺമണിയല്ലേ ആദ്യം ചൊല്ലും നിൻ കണവൻ കണ്ണാ നീ വെയിൽ കൊള്ളല്ലേ നീയും ചൊല്ലും ഓ കഥ മാറും ചേകവനാകും ഉറുമിയെടുക്കും പടവീരൻ വിനോദിന ഘടകം എരിപൊടിയങ്കം കേട്ടോ നീ കേട്ടോ ഈ കൂട്ടിൽ പെട്ടാൽ പിന്നെ നീലാകാശം കണ്ടോരില്ലെന്നാരോ ചൊല്ലുന്നേ മിടുക്കിയെ മെരുക്കി താലി കുരുക്കിലാക്കി കുറുമ്പുതുക്കി തടങ്കലിൽ തളച്ചു കാണാൻ മനസ്സിലും ഒരു കൊതിയുണ്ടല്ലോ തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കരിമ്പഴയുള്ള കൂട് ആ പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കരിമ്പഴയുള്ള കൂട് കണ്ണാളൻ കെട്ടുന്നുണ്ടല്ലോ അത് നിന്നെ കൂട്ടാനാണല്ലോ തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന. കാക്കൊത്തിക്കാവിലെ കാവതി കാക്കയ്ക്കും കായൽ വരമ്പിലെ കാക്കാലഞ്ഞണ്ടിനും കണ്ണിൽ കണ്ണിൽ കാണാ കിന്നാരം കാക്കൊത്തിക്കാവിലെ കാവതി കാക്കയ്ക്കും കായൽ വരമ്പിലെ കാക്കാലഞ്ഞണ്ടിനും കണ്ണിൽ കണ്ണിൽ കാണാ കിന്നാരം കന്നി നീലാവത്തെ കിന്നരി പുള്ളിനും മഞ്ഞണിപ്പാടത്തെ മാടത്തട്ടയ്ക്കും തമ്മിൽ തമ്മിൽ കാണാ പുന്നാരം ആറ്റുവക്കിലെ ചേറ്റുവഞ്ചിയിൽ കാത്തിരുന്നോളെ കാറ്റു വന്നൊരു കഥ പറഞ്ഞതു കേട്ടു നിന്നോളെ ആകാശം പ്രേമത്താൽ പൂത്താടുന്നേ അതിലാദ്യത്തെ തേൻ തുള്ളി പേത്താണെന്നേ എന്താണ് പെണ്ണേ നീ മിണ്ടാതെ നിൽക്കുന്നേ എന്നാള് നിൻ കല്യാണം കാക്കൊത്തിക്കാവിലെ കാവതി കാക്കയ്ക്കും കായൽ വരമ്പിലെ കാക്കാലഞ്ഞണ്ടിനും കണ്ണിൽ കണ്ണിൽ കാണാ കിന്നാരം തുമ്പകളിൽ തുമ്പി വന്നു തൊട്ടു പൂവോ നാണത്താൽ കണ്ണു പൊത്തിയോ കന്നിവയൽ തുമ്പകളിൽ തുമ്പി
ബേബി വന്നു തൊട്ടുവോ പൂവോ നാണത്താൽ കണ്ണു പൊത്തിയോ പതുങ്ങിയെത്തണ പരൽ കുരുന്നിനെ താരാട്ടാനായി മെല്ലെ പറന്നിറങ്ങണ പറവ കുഞ്ഞിന് കൊതിയാണെന്നേ പതുങ്ങിയെത്തണ പരൽ കുരുന്നിനെ താരാട്ടാനായി മെല്ലെ പറന്നിറങ്ങണ പറവ കുഞ്ഞിന് കൊതിയാണെന്നേ പൂവരത്തിന്മേൽ ശരഭങ്ങൾ പറയാ കഥ പറഞ്ഞു രാവിതളോരം കണിമഞ്ഞിൻ കുളിരാൽ കുളിരണിഞ്ഞു ഒരിക്കലും ചിരിക്കുവാൻ മറന്നൊരി കുറുമ്പിയാം കിളിമകളുടെ കുരു നിലം കുളിമൊഴികളിൽ ചിറകടിക്കുക നീ പൊന്നിൻ പൊന്നേ മണ്ണിൻ മണിയേ കാക്കുത്തിക്കാവിലെ കാവതി കാക്കയ്ക്കും കായൽ വരമ്പിലെ കാക്കാലഞ്ഞണ്ടിനും കണ്ണിൽ കണ്ണിൽ കാണാക്കിങ്ങാരം മതിരാശി മല്ലിപ്പൂ മണമുള്ള മലയാളി ചൊടിയുള്ള മണവാട്ടിയെ നിൻ പിടിവാശി യശാദൻ കണ്ണേറിൽ പൂട്ടാനി മനമാകെ പരവേശമേ ചെന്ന പതിച്ചേ തന്നെ പതിച്ചേ നിന്നച്ചേ കണ്ണിക്കുരുങ്ങി നിന്നേ കള്ളം കുടം പോലെ കണ്ണിൽ കടഞ്ഞേ സൂര്യൻ തനിച്ചിരിക്കുന്നു പകച്ചിരിക്കുന്നു പൊള്ളിച്ചിരിക്കുന്നു വെളിച്ചം മങ്ങണ്ട് നിനക്ക് മുന്നിൽ പിടിച്ചു നിൽക്കണ്ട പെണ്ണെ ഭൂമി കറങ്ങി നിൽക്കണ് കുലുങ്ങി നിൽക്കണ് തല കുഞ്ഞിക്കണ് കടലിളക്കണ് തിളച്ചു നിൽക്കണ ഉലുക്ക നീയടി പൊന്നെ my delusional salulu ബന്ദിപ്പൂ പെണ്ണെ ഞാൻ still on you delulu yan traditional സിലബു എന്നും കണ്ടാലും I on you delulu my delusional salulu ബന്ദിപ്പൂ പെണ്ണെ ഞാൻ still on you delulu yan traditional സിലബു എന്നും കണ്ടാലും I on you മരിജ്വാനെ നീ എന്നിൽ കേറി മനമാകെ പാറി മേലാകെ കുഴയാണ് താനെ നീ പടുമാവിൽ തൂങ്ങും കടവാവൽ പെണ്ണ് കൊതിയൂറും പഴമായി ഞാന് സൂര്യൻ തനിച്ചിരിക്കുന്നു പകച്ചിരിക്കുന്നു പൊള്ളിച്ചിരിക്കുന്നു വെളിച്ചം മങ്ങണ്ട് നിനക്ക് മുന്നിൽ പിടിച്ചു നിൽക്കണ്ട പെണ്ണ് ഭൂമി കറങ്ങി നിൽക്കണ് കുലുങ്ങി നിൽക്കണ് തല കുഞ്ഞിക്കണ് കടലിളക്കണ് തിളച്ചു നിൽക്കണ ഉലുക്ക നീയടി പൊന്നെ delulu my delusional salulu ബന്ദിപ്പൂ പെണ്ണെ ഞാൻ still on you delulu yan traditional സിലബു എന്നും കണ്ടാലും I on you delulu my delusional salulu ബന്ദിപ്പൂ പെണ്ണെ ഞാൻ still on you delulu yan traditional സിലബു എന്നും കണ്ടാലും I on you മതിരാശി മല്ലിപ്പൂ മണമുള്ള മലയാളി ചൊടിയുള്ള മണവാട്ടിയെ നിൻ പിടിവാശി യശാദൻ കണ്ണേറിൽ പൂട്ടാനി മനമാകെ പരവേശമേ വെള്ളപ്പെട്ട് തൊക്കയ്ക്ക് മെടിച്ച നക്കിലകില് പെരിമടിച്ച കള്ളത്തിൽ പൂക്കളം നിറച്ച് 10 നാള് തകിട മറിക്കാൻ ഒറ്റപ്പൊളിയിൽ കൊച്ചി തിരുവനന്തപുരം മൊത്തം മലബാറും വള്ളത്തുടിയിൽ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ടയും കട്ടക്കൊരുമി കുട്ടപ്പൊലിപ്പില് കോട്ടയം പട്ടണം വട്ടത്തിടുക്കിയും തൃശ്ശൂർ പേരൂരും മൊത്തക്കരകളും ഒറ്റപ്പൊളിയിൽ കൊച്ചി തിരുവനന്തപുരം മൊത്തം മലബാറും വള്ളത്തുടിയിൽ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ടയും കട്ടക്കൊരുങ്ങി കുട്ടപ്പൊലിപ്പില് കോട്ടയം പട്ടണം വട്ടത്തിടുക്കിയും തൃശ്ശൂർ പേരൂരും ലക്ഷത്തുരുത്തുകളും തിരുവരയും നിറപറ നിറയ്ക്കണ നിറവാണല്ലോ പെട്ടപ്പെട്ട വട്ടം വലിക്കണ രസമാണല്ലോ മുടിമേലെ മണം പരത്തണം മലയാളക്കരയിളക്കണം
മൂഡ് ഏത് മൂഡ് ഏത് മൂഡ് ഏത് മൂഡ് ഏത് മൂഡ് ഏത് മൂഡ് ഏത് മൂഡ് ഓണം മൂഡ് ഏത് മൂഡ് ഏത് മൂഡ് ഏത് മൂഡ് ഏത് മൂഡ് സാരി മൂഡ് ഏത് മൂഡ് സത്യ മൂഡ് ഏത് മൂഡ് പൈസ മൂഡ് ഏത് മൂഡ് പപ്പട മൂഡ് ഏത് മൂഡ് ഒള്ളി മൂഡ് സർവഭൂമിക്കും രാജാഭൂമി ഇസ്രായേലിൻ പരിശുദ്ധൻ നീ എന്നെ വീണ്ടെടുത്തോനും നീയേ നിന്റെ പ്രവർത്തികളാതിശയമേ എന്നെ മാനിക്കുന്ന ദൈവം എന്നെ വഴി നടത്തും ദൈവം നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി എന്നെ മാനിക്കുന്ന ദൈവം എന്നെ വഴി നടത്തും ദൈവം നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി യേശുവേ നീ നല്ലവൻ രക്ഷയായ ദൈവം എന്നുയർച്ചയായ ദൈവം നിൻ സൗമ്യത എന്നെ വലിയവനാക്കി എന്നെ മാനിക്കുന്ന ദൈവം എന്നെ വഴി നടത്തും ദൈവം നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി നിൻ സൗമ്യത എന്നെ വലിയവനാക്കി നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി ഒരു മെലകാകനാനേ மெய்யொரு கீத போக ஏன் எதற்காக தேடல் அதற்காகத்தானே காதல் ஒரு இது பகல் கனா போல்தானா போல்தானா எதில் வரும் சுகம் தரும் பொய்தானா பொய்தானா கண்ணோரமாய் சிறு கண்ணீர் துளி வெளி வீழாமலே ஒரு நதியானதே அது அணையாகிய இருமை மீறியே பேசாமலே மொழி வீணானதே உன்னை தேடாததால் உயிர் சோர்வானதே இமையுரையாடிய സർവ നന്മകൾക്കായി എന്തോ ചെയ്യേണ്ടു നിനക്കേശുനാഥൻ ഇപ്പോൾ എന്തോ ചെയ്യേണ്ടു നിനക്കേശുനാഥൻ നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നിറയുന്നേ സന്നമോടെ സ്തുതി പാടിടുന്നേ ദേവാസന്നമോടെ സ്തുതി പാടിടുന്നേ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ എന്നീ ഉത്തരവാദി ചാർച്ചക്കാർ എല്ലാവരും സമർപ്പിക്കുന്ന കർത്താവേ എല്ലാവരും ഒന്നുപോലെ അനുഗ്രഹിക്കണം സഹായിക്കണം നമുക്ക് യാത്രയിൽ വാഹന വഴിയിലും കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം വാഹനത്തെ നിയന്ത്രിക്കണം പരിപാലിക്കണം കർത്താവെ സംരക്ഷിക്കണം അവരവരുടെ ഭവനത്തിൽ നിർത്തി കർത്താവെ നന്ദി പറയുവാൻ തക്കവണ്ണം കർത്താവ് എല്ലാവരും ഒന്നുപോലെ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ എല്ലാവരെയും കുടുംബമായി ഞങ്ങളുടെ കൃപായി സമർപ്പിക്കുന്നു അനുഗ്രഹിച്ച് സഹായിക്കണം നസറേനായ യേശുവിൻ നാമത്താൽ യാചിക്കുമ്പോൾ
ദയോടെ കേൾക്കണം. സ്വർഗ്ഗനല്ല പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത്, ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ രക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ഇനിയോ ദുഷ്ടന് ഞങ്ങളെ രക്ഷയുള്ളമേ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും എന്ന് പറഞ്ഞ മറിയമേ, എനിക്ക് സമാധാനം. നമ്മുടെ ഭർത്താവിനോടുകൂടെ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. എന്റെ ഉദരപരമായ ശിഷ്യ വാഴ്ത്തപ്പെട്ടവനാകും. പരിശോധനയെ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനോടമ്മ അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംസർഗവും സഹവാസവും കർത്താവെ ഏഴകളും ബലഗീതമായ അടിയങ്ങളുടെ അടിയിൽ ചോദിച്ച് പ്രാർത്ഥിച്ചു കൂട്ടായിട്ടുണ്ട്. അതാ അടിയങ്ങളുടെ ജീവിതത്തിന്റെ അന്യ നാൾ വരെയും കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കും ചെയ്യുമാറാണമേ. எதற்காக தேடல், அதற்காகத்தானே காதல். ஒரு எதிர்பார்க்கான போதான் கண்ணோரமாய் சிறு கண்ணீர் துளி வெளி வீழாமலே ஒரு நதியானதே, அது அணையாகிய இருமை மீறியே பேசாமலே மொழி வீணானதே, உன்னை தேடாததால் உயிர் சோர்வானதே, இமை உரையாடிய மொழி வேண்டுமே நிலவே. வெண்பனியே நான் உன்னாலே தொலைந்தேனே நான் தன்னாலே, கவிதையாக உன்னை நாடி வாழ்கிறேன். வெண்ணிலவே வா என்னோடு, இறப்பேனே நான் என்றோடு, குழந்தையாக உன்னை நான் மீண்டும் யாசிப்பேன். கண்ணோரமாய் சிறு கண்ணீர் துளி வெளி வீழாமலே ஒரு நதியானதே, அது அணையாகிய இறைமை மீறியே விழவே. பேசாமலே மொழி வீணானதே, உன்னை தேடாததால் உயிர் சோர்வானதே, இமை உரையாடிய நொடி வேண்டுமே நிலவே. ஒரு நொடி